ഓക്കെ, ദെൻ എന്ത് പറ്റി? സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ലബോറട്ടറി സർവീസ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലെ, എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പൊ നമ്മളോട് 1-2 ദിവസം കുറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് ബ്ലഡ് ടെസ്റ്റും മറ്റൊക്കെ ചെയ്യാനായിട്ട് പറയും അല്ലെ. അപ്പോഴാണ് നമ്മൾ ലബോറട്ടറി ലാബ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ ഓക്കെ, മഴയുടെ പ്രശ്നമുണ്ട്. മഴയുണ്ടോ ഇപ്പോ? എങ്കിലും എന്ത് പറ്റി? വളരെ കുറവാണല്ലോ അല്ലെ, വളരെ കുറവല്ലേ? നിങ്ങൾ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? ഒരു 58 എബോവ് ഒക്കെ വരാറുണ്ടല്ലോ. ഓക്കെ, കയറുമായിരിക്കും കേട്ടോ, ഓൺ ദ വേയിൽ വന്നോളും. ഓക്കെ, അപ്പോ ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലബോറട്ടറി ആയിട്ട് അല്ലെങ്കിൽ ലാബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ലാബിൽ കാണുന്നത്? ചെല്ലുമ്പോൾ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ ലബോറട്ടറി ലാബിൽ പോകാറുണ്ട് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ ലാബിൽ കാണുന്നത്? എന്തൊക്കെയാ കാണാറുള്ളത്? നീഡില് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ സിറിഞ്ച് ഉണ്ട്, നീഡിലുണ്ട്. ഓക്കെ, ഇനി മറ്റെന്തൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ലാബില്? പഞ്ഞി. ഓക്കെ, വേറെ ആരും പോയിട്ടില്ലേ ലാബില്? നിങ്ങളെ ബ്ലഡ് ടെസ്റ്റിനോ മറ്റും ഒന്നും ലാബിൽ പോയിട്ടില്ല? ബിനോയ് മാത്രം പോയിട്ടുള്ളൂ ലാബില്. ബിനോയ് പറയുന്നുണ്ട് ആൻസേഴ്സ്, ബാക്കി ആരും പോയിട്ടില്ല. എന്ത് പറ്റി? കളക്ഷൻ ബോട്ടില്. ഓക്കെ, ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ഉറക്കത്തിലേക്ക് പോവുകയാണ് എല്ലാവരും. ക്ലാസ് എടുക്കണ്ടേ നമുക്ക്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം. A medical laboratory or clinical laboratory is a place where tests are done on clinical specimens to get information about the health of a patient to help in diagnosis, treatment, and prevention of diseases. Medical laboratories differ in size and complexity and so provide different types of testing services. Medical laboratory is a part of laboratory that is equipped with various biochemical equipments, materials, and reagents, chemicals for carrying out different laboratory investigative activities by using biological specimens, whole blood, serum, plasma, urine, stool, etc. അല്ലെ, അപ്പോ ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് മനസ്സിലായത്? ഒരു ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ, നമുക്കറിയാം ഈ ടെസ്റ്റുകൾ നടത്തുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ. അതായത് രോഗനിർണയ ചികിത്സയും അല്ലെങ്കിൽ രോഗം പ്രിവെന്റേഷൻ ചെയ്യാൻ വേണ്ടി, രോഗത്തെ തടയാൻ വേണ്ടിയും മറ്റും എന്താണ് രോഗിയുടെ ഒരു ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ സാമ്പിളുകൾ പരിശോധിക്കുന്ന ഒരു സ്ഥലമാണ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ അല്ലേ. ആണോ? രോഗം കണ്ടെത്താനും അതിനുള്ള ചികിത്സ ട്രീറ്റ്മെന്റ് നടത്താനും അല്ലെങ്കിൽ രോഗത്തെ തടയാനുമായിട്ടൊക്കെ നമ്മൾ ആ ഒരു പേഷ്യൻസിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ സാമ്പിളുകൾ പരിശോധിക്കുന്ന സ്ഥലമാണ് ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, then medical laboratory is a part of laboratory that is equipped with various biochemical instruments. അല്ലെ, ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട് ഈ ഒരു ലാബില് അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞു നീഡിലുണ്ട്, സിറിഞ്ച് ഉണ്ട് അല്ലെ. അതുകൂടാതെ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാബിൽ പോയപ്പോൾ? എക്യുപ്മെന്റ്സ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഒരു ലബോറട്ടറി ചെല്ലുമ്പോൾ? എക്യുപ്മെന്റ്സ് മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? ഉണ്ടോ? യെസ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഡിഫറെന്റ് ടൈപ്പില് എക്യുപ്മെന്റ്സ്, മീൻസ് ഈ ടെസ്റ്റിങ്ങിനും മറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള എക്യുപ്മെന്റ്സുകൾ ലാബിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നോക്കാം, ഡിഫറെന്റ് ലബോറട്ടറി സിസേഴ്സ് ഉണ്ട്. ഓക്കെ, എക്യുപ്മെന്റ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി ഒരു ലബോറട്ടറിയിൽ ഡിഫറെന്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ, ബ്ലഡ് ടെസ്റ്റ് മാത്രമാണോ ലാബിൽ ചെയ്യുന്നത്? അല്ല അല്ലെ. ഇപ്പൊ സെറം ടെസ്റ്റ് ചെയ്യും, അതുപോലെ പ്ലാസ്മ, യൂറിൻ ടെസ്റ്റ്, സ്റ്റൂൾ ടെസ്റ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്നു. നോക്കാം,
The objectives of a medical laboratory are providing its customers, physicians and patients exact result which share clinical treatment. ഒരു ലബോറട്ടറിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് പേഷ്യൻസിന് കൊടുക്കുക എന്നതാണ് അല്ലെ. നമ്മൾ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിന് ആ റിസൾട്ട് കാണിച്ചിട്ട് വേണം അപ്പൊ തുടർ ചികിത്സ നമുക്ക് തുടരാനായിട്ട്. സോ എക്സാക്ട് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുക എന്നതാണ് ഒരു ലബോറട്ടറിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം. ജസ്റ്റ് എന്താണ് ലബോറട്ടറി എന്നാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എക്സാക്ട് റിസൾട്ട് പേഷ്യൻസിന് നൽകുക. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, വായിച്ചു എല്ലാവരും ഇൻട്രൊഡക്ഷനും അതുപോലെ ആ ഒബ്ജക്റ്റീവ്സ്. സ്റ്റൂൾ മീനിങ് എന്താ? നമ്മൾ യൂറിൻ പോലെ തന്നെ മലം ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കും. ഇനിയിപ്പോ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ്, ഇപ്പോ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂറിൻ പോലെ തന്നെ അല്ലെ, ഇപ്പൊ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ മലം ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, വായിച്ചു എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? Then next നോക്കാം, ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലാബ് സർവീസസ്. ലാബ് സർവീസസിന് ഫങ്ഷണൽ ഡിവിഷൻ ആയിട്ട് 5 ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നോക്കാം, ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ദെൻ ബ്ലഡ് ബാങ്ക്. 5 തരത്തിലാണ് നമ്മൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഫങ്ഷൻസിന്. അത് അതുപോലെ തന്നെ ഒന്ന് പഠിക്കാം. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിൻ അനാലിസിസ്, ദെൻ ബ്ലഡ് ബാങ്ക്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അതിനെ ഓരോന്നിനും സെപ്പറേറ്റഡ് ആയിട്ട് തരം തിരിച്ചിരിക്കുകയാണ്. ക്ലിനിക്കൽ പാത്തോളജിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പാത്തോളജി? എന്താ പാത്തോളജി? പാത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ്, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓക്കെ, സ്റ്റഡി ഓഫ് ഡിസീസസ്. ഇനി അത് അറിയില്ലാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, കുഴപ്പമില്ല, ഞാൻ നോട്ട് തരാം. ഓക്കെ, അപ്പോ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അസുഖങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. അപ്പോ ക്ലിനിക്കൽ പാത്തോളജി വിവിധ തരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ക്ലിനിക്കൽ പാത്തോളജിയിൽ ഉൾപ്പെടുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ഹെമറ്റോളജി. എന്താ ഹെമറ്റോളജി മീൻസ്? ആർക്കെങ്കിലും അറിയോ ഹെമറ്റോളജി? ഹെമറ്റോളജി, ഓക്കെ, സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ. നമ്മള് ഹിമോഗ്ലോബിൻ എന്നുള്ള ഒരു ടേം ഓർത്താൽ മതി കേട്ടോ. ഹെമറ്റോളജി, ഹിമോഗ്ലോബിൻ അല്ലെങ്കിൽ ഹെമറ്റോളജി എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാം അല്ലെ. അപ്പൊ ഹെമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ദെൻ സെക്കൻഡ് വൺ, ഹിസ്റ്റോപാത്തോളജി. എന്താ ഹിസ്റ്റോപാത്തോളജി? കേട്ടിട്ടുണ്ടോ? ഹിസ്റ്റോപാത്തോളജി, പാത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ, ഡിസീസസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോ ഈ ഹെമറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയം പഠിക്കാനും അതുപോലെ തന്നെ ടിഷ്യൂസിനെ കുറിച്ചും അല്ലെങ്കിൽ രോഗനിർണയത്തെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ആരും എഴുതണ്ട, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്ട്രാ നോട്ട് തരാം കേട്ടോ. ഓരോ സ്റ്റഡീസിനെ കുറിച്ചുള്ള നോട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ സൈറ്റോളജി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സൈറ്റോളജി? അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. സൈറ്റോളജി, സൈറ്റോളജി എന്താ? സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ് അല്ലെ, അതായത് കോശങ്ങളെ കുറിച്ചുള്ള പഠനം. ദെൻ റുട്ടീൻ പാത്തോളജി മീൻസ് ഈ രോഗനിർണയത്തെ കുറിച്ചിട്ടുള്ള ആ പഠനങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ പാത്തോളജിയിൽ ഉൾപ്പെടുന്നത്. ദെൻ സെക്കൻഡ് വൺ,
ക്ലിനിക്കൽ മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് സൂക്ഷ്മജീവികളും സൂക്ഷ്മതിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. അപ്പോ എന്തൊക്കെയാണ് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. ബാക്ടീരിയോളജി. എന്തായിരിക്കും ബാക്ടീരിയോളജിയിൽ പറയുന്നത്? ആരെ കുറിച്ചായിരിക്കും ബാക്ടീരിയോളജി പഠിക്കുന്നത്? ബാക്ടീരിയോളജി അപ്പൊ പേര് കേൾക്കുമ്പോ തന്നെ ഇല്ലേ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബാക്ടീരിയാസിനെ കുറിച്ചുള്ള പഠനം. ദെൻ മൈക്രോ ബാക്ടീരിയോളജി. അപ്പൊ ഇത് എന്തായിരിക്കും? മൈക്രോ ബാക്ടീരിയോളജി എന്തായിരിക്കും? മൈക്രോ സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനം. ദെൻ വൈറോളജി. നിങ്ങൾ തന്നെ പറയൂ, വൈറോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വൈറോളജി. ഓക്കെ, വൈറസ്. ദെൻ മൈക്കോളജി. മൈക്കോളജി കേട്ടിട്ടുണ്ടോ? മൈക്കോളജി ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. ദെൻ പാരാസൈറ്റോളജി. പാരാസൈറ്റോളജി കേട്ടിട്ടുണ്ടോ? പരാദജീവികൾ അല്ലെങ്കിൽ പരാദജീവികളോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനെ കുറിച്ചുള്ള പഠനമാണ് പാരാസൈറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് പാരാസൈറ്റോളജി. ദെൻ ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസിനെ കുറിച്ചുള്ള പഠനം. ദെൻ സെറോളജി മീൻസ് സെറോളജി ബ്ലഡ് സെറംസിനെ കുറിച്ചുള്ള സ്റ്റഡി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ ഉൾപ്പെടുന്നത്. നമുക്ക് എക്സ്ട്രാ നോട്ട് എഴുതാം കേട്ടോ, ക്ലാസ്സിന് ശേഷം നോട്ട് എഴുതാം. ദെൻ തേർഡ് വൺ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന്. ബയോകെമിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഹോർമോണൽ അനാലിസിസും. ഹോർമോണൽ ചേഞ്ചസും അതുമൂലം വരുന്ന ഡിസീസസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ഹോർമോണൽ അനാലിസിസിൽ ഉൾപ്പെടുന്നത്. അപ്പോ ഏതൊക്കെയാണ് ജസ്റ്റ് ഉൾപ്പെടുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്, ഒരു ഹൈറാർക്കി, അതായത് ഹൈറാർക്കി ഓർഡറിലുള്ള ഒരു ടേബിൾ ആണ്. ടേബിളില് ഹോർമോണൽ അനാലിസിസ് എന്നാണ്. ഓക്കെ, ഹോർമോണൽ അനാലിസിസ് അസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോണലിനെ കുറിച്ചുള്ളത്, അതായത് എന്താണ് നോർമൽ ഹോർമോൺ ലെവലും അതിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇപ്പോ സ്ത്രീകളിലായാലും ഹോർമോൺ ചേഞ്ചസിന്റെ പ്രശ്നങ്ങളും സ്ത്രീകളിലെ പുരുഷന്മാരിലെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അതിനെ കുറിച്ചുള്ള ഇപ്പൊ ഒരു പഠനമാണ് കേട്ടോ. ദെൻ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് പൊസിഷൻ, ദെൻ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്. നമുക്കറിയാം ഒരു ലാബിൽ ചെല്ലുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. എല്ലാവർക്കും ഒരേ ഡ്യൂട്ടി ആയിരിക്കോ നൽകുന്നത്? ആണോ? ഒരാൾ തന്നെയായിരിക്കും എല്ലാ ഡ്യൂട്ടീസും ചെയ്യുന്നത്? ഓരോ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കോ? ഒരു ലാബിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാഫിന്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണോ? ആണോ? ആയിരിക്കോ? അല്ല അല്ലെ. അപ്പോ വ്യത്യസ്തമായിട്ട് ഓരോ പൊസിഷൻസിൽ നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ എഡ്യൂക്കേഷൻസിന്റെ ലെവല് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വ്യത്യസ്തം ഉണ്ടായിരിക്കും. നോക്കാം. അപ്പൊ ഓരോ പൊസിഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്താണ്, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ലബോറട്ടറി ഡയറക്ടർ അല്ലെ. ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ഉയർന്ന റേഞ്ച് ഉള്ള ഒരാളാണ് അല്ലെ, കുറച്ച് ഹൈ റേഞ്ച് ഉള്ള ഒരാളാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി, എക്സാമ്പിൾ ഇപ്പോ MD അല്ലെങ്കിൽ PhD ഒക്കെ എടുത്ത ഒരു വ്യക്തി ആയിരിക്കും. സംടൈംസ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, ദെൻ ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്, ബോർഡ് സർട്ടിഫിക്കേഷൻസിനുള്ള ഒരു ആളായിരിക്കണം. അതുപോലെ തന്നെ MD PhD ഒക്കെ എടുത്ത ഡോക്ടറൽ ഡിഗ്രി എടുത്ത ഒരു വ്യക്തി ആയിരിക്കും ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾസ് ആൻഡ് മാനേജസ് all lab operations and ensure quality patient care, explains test result with the consulting pathologist അല്ലെ. അപ്പോ എല്ലാ കാര്യങ്ങളും ലാബിലെ എല്ലാ ഓപ്പറേഷൻസുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരു ക്വാളിറ്റി കെയർ നൽകുക. അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുമ്പോൾ പേഷ്യൻസിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഏത് സ്പെഷ്യലിസ്റ്റിനെയാണ് ഇനി കാണേണ്ടതൊക്കെ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കൺസൾട്ടിങ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ലബോറട്ടറി ഡയറക്ടറുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നിങ്ങൾ ആ എഡ്യൂക്കേഷൻ ട്രെയിനിങ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല,
പൊസിഷൻ എന്താണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ പൊസിഷൻ ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും പഠിച്ചിരിക്കണം. എഡ്യൂക്കേഷൻ പഠിക്കുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഇമ്പോർട്ടൻസ് ഇല്ല. പൊസിഷനും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നോക്കി, ലബോറട്ടറി ഡയറക്ടർ നോക്കി. ദെൻ സെക്കൻഡ് പൊസിഷൻ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ടുള്ള ആളാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി അല്ലെ, ഡോക്ടറൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. MD അല്ലെങ്കിൽ PhD ആയിരിക്കാം. മേ ബി മാസ്റ്റേഴ്സ് ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കാം. എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻസിലെ എക്സ്പീരിയൻസ് വേണം. ദെൻ ഇനി ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ലാബ് അല്ലെ, ലാബിലെ ടെക്നിക്കലും സയന്റിഫിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുക, ഒരു സൂപ്പർവിഷൻ ചെയ്യുക. ഓക്കെ, ടെക്നിക്കലും സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസിലും സൂപ്പർവിഷൻ ചെയ്യുക. അതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ കേൾക്കുമ്പോൾ അറിയാലോ, ടെക്നിക്കൽ സെക്ഷനിലെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുക. മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് നോക്കാം. ജനറൽ സൂപ്പർവൈസർ. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. May be the same person as the lab director or technical supervisor. അപ്പോ ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ചിലപ്പോ ഈ ലബോറട്ടറി ഡയറക്ടറും തന്നെയാകാം, അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് തന്നെ ജനറൽ സൂപ്പർവൈസർ ആകാം. ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. MLS or MT or MLT may qualify. MLT എന്ന് വെച്ചാൽ എന്താ? MLT അല്ലെങ്കിൽ MLS ഫുൾ ഫോം അറിയോ? മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. അതുപോലെ MLS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലാബ് സയന്റിസ്റ്റ്. ഓക്കെ, അപ്പോ ജനറൽ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ-ടു-ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിനുള്ളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അതായത് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? സൂപ്പർവിഷൻ ചെയ്യുക, ആ ഒരു പ്രവർത്തനത്തിന്റെ മേൽനോട്ടം വഹിക്കുക. അതാണ് ജനറൽ സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൊസിഷൻ നോക്കാം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ദാറ്റ് ഈസ് MLT. ഇനി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് എന്ന് നോക്കാം. അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT അല്ലെ, MLT കംപ്ലീറ്റ് ആയിരിക്കണം. ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. Then licensure certifications may be required by employers. ഒന്നില്ലെങ്കിൽ ലൈസൻസിനുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കണം. Then എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കാം. Performs customary test and quality control on test under supervision MLS and MT. അപ്പോ MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റിന്റെയും മെഡിക്കൽ ടെക്നീഷ്യന്റെയും അവരുടെ ഒരു കീഴില് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അത് മീൻസ് നമ്മൾ MLT സ്റ്റാഫുകളൊക്കെ അല്ലേ ചെയ്യുന്നത്, ബ്ലഡ് ടെസ്റ്റും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഈ MLCയുടെ അതിന്റെ കീഴിൽ ചെയ്തു കൊടുക്കുക, മീൻസ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ PBT. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? PBT കേട്ടിട്ടുണ്ടോ? ഫിൽബോട്ടോമിസ്റ്റ് കേട്ടോ. ഫിലബോട്ടോമിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂൾ ഡിഗ്രിയും അല്ലെങ്കിൽ ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഹൈസ്കൂൾ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ആയിരിക്കും ഈ ഫിലിബോട്ടോമിസ്റ്റിന് ഉള്ളത്. ഫിലിബോട്ടോമിസ്റ്റ്. ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ് അല്ലെ, അതായത് എന്തിനു വേണ്ടിയിട്ട്? രോഗികളിൽ നിന്നും ബ്ലഡ് സാമ്പിളൊക്കെ ശേഖരിക്കുക. മറ്റു ഇപ്പോ ഒരു ലാബിൽ തന്നെ ചിലപ്പോ എല്ലാ ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കില്ല. സോ അവര് ചില ടെസ്റ്റുകൾ അവിടെ തന്നെ ചെയ്യും, ചില ടെസ്റ്റ് അവര് നമ്മളുടെ സാമ്പിൾ പുറത്തേക്ക് അയച്ചു കൊടുക്കും. അവരുടെ തന്നെ വേറെ ഡിഫറെന്റ് ഏജന്റ് ആയിട്ടുള്ള ലാബ് ഉണ്ടാകും. സോ ആ ലാബിലേക്കൊക്കെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന ഒരു ഇതാണ് ഈ PBT എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഡിഗ്രി ട്രെയിനിങ് ഒക്കെ മതി ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. എഡ്യൂക്കേഷൻ പഠിക്കണ്ട, കുഴപ്പമില്ല. ദെൻ ആ പൊസിഷൻ എന്താണോ
ആ പൊസിഷനിലെ വ്യക്തി ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അത് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ ടേബിൾ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ടേബിൾ വായിക്കുക. ഫങ്ഷണൽ ഡിവിഷൻ തുടങ്ങി ടേബിൾ വരെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ചു പോകാം കേട്ടോ. ദെൻ എക്സ്ട്രാ നോട്ട് ഞാൻ തരാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റഡീസിന്റെ നോട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഓരോ ഏരിയയിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ടേബിൾ നോക്കാം, ഓരോ പൊസിഷനും അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കണം കേട്ടോ. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല, റെസ്പോൺസിബിലിറ്റീസിന് പ്രാധാന്യമുണ്ട്, പഠിക്കുക. കംപ്ലീറ്റ് ആയോ? വായിച്ചെല്ലാവരും ടേബിള്? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ലാബില് ഒരു ലബോറട്ടറിയില് അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യമാണ് അല്ലെ. അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണം. നോക്കാം. Infrastructure of the laboratory changes with the needs of clinical research service provided by the laboratory, but the basic needs should meet the regulatory and international standards. അല്ലെ, നമുക്കറിയാം ഈ ക്ലിനിക്കൽ ഗവേഷണത്തിന്റെ അല്ലെ, അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ചും അങ്ങനെയുള്ള ക്ലിനിക്കൽ ഗവേഷണത്തിന്റെയോ അല്ലെങ്കിൽ സേവനങ്ങളുടെയോ അവരുടെ ഒരു ആവശ്യങ്ങൾക്കനുസരിച്ച് ലബോറട്ടറിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം അല്ലെ. അടിസ്ഥാന സൗകര്യങ്ങളുടെ മാറ്റം വരുത്തണം അല്ലെ. ഇപ്പൊ ചിലപ്പോ പുതിയ പുതിയ ടെക്നിക്കലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം നമ്മൾ ഈ ലബോറട്ടറിയിൽ മാറ്റം കൊണ്ടുവരണം അല്ലെ. അത് അടിസ്ഥാന ആവശ്യങ്ങൾ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ അന്തർദേശീയ സ്റ്റാൻഡേർഡ് നിലവാരത്തിലുള്ള മാറ്റങ്ങളായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റേണ്ടത്. Then, infrastructures of a laboratory directly affects of the quality of research data, efficiency and safety of laboratory workers. The management of the laboratory is responsible for providing sufficient resource to staff to guarantee efficient working of a laboratory.
അല്ലെ? നമുക്കറിയാം ഒരു ലബോറട്ടറിയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങള് അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? ഒരു ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ആ ലബോറട്ടറിയിലെ വർക്കേഴ്സിന്റെ അവരുടെ ഒരു എന്താണ് എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, തൊഴിലാളികളുടെ കാര്യക്ഷമത, സുരക്ഷ എന്നിവയെ ബാധിക്കുന്നു അല്ലെ? അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ബാധിക്കുന്നത് ആ ഒരു സുരക്ഷയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലബോറട്ടറിയുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അല്ലെ, നല്ല രീതിയിലുള്ള കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പു നൽകുന്നതിന് മതിയായിട്ടുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവൈഡിങ് സഫീഷ്യന്റ് റിസോഴ്സ് ടു സ്റ്റാഫുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകുക അല്ലെ? ലബോറട്ടറിയുടെ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന്. മാനേജ്മെന്റ് നല്ല രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ലബോറട്ടറിയിൽ പുതിയ പുതിയ ടെക്നോളജികളും അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ സേവനങ്ങളും കൊണ്ടുവരിക. അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സ്റ്റാഫിന് നൽകുക. ഓക്കെ, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള കേട്ടോ. Then next one, ഈ ഒരു കുറച്ച് പോയിന്റ്സ് കൂടി എടുത്തിട്ട് നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാം. ഓക്കെ, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു ലബോറട്ടറിയിൽ ഡിസൈൻ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നല്ലൊരു ലബോറട്ടറിക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മള് ലാബിലൊക്കെ പോകാറുണ്ടല്ലോ, പിന്നെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാബിന് ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. ഓക്കെ, നമ്മൾ ഇനി എപ്പോഴെങ്കിലും ലാബിൽ എന്തെങ്കിലും ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ പറയാറുണ്ട്, വെറുതെ എക്സാമിന് വേണ്ടി ജയിക്കാനോ അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നതായിരിക്കരുത്, നമ്മൾ അത് പ്രാവർത്തികം കൂടി ആക്കണം അല്ലെ? നോക്കാം. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലൊരു ലബോറട്ടറിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. Signage within or outside the facility should be made available that consists of following informations. അല്ലെ, നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒത്തിരി സൈനേജുകളൊക്കെ കാണാറുണ്ട് ഇല്ലേ? എന്തൊക്കെ സൈനേജുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ പോകുമ്പോൾ സൈനേജ്, എന്താ സൈൻ ബോർഡ് എന്നൊക്കെ പറയില്ലേ, അതിനെ തന്നെ സൈനേജ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോ സൈനേജുകള്, എന്തൊക്കെയാ സൈനേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തൊക്കെ സൈനേജുകളാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? സൈനേജുകൾ, വെയർ മാസ്ക്. ഓക്കെ, മാസ്ക് ധരിക്കുക, ഇപ്പൊ എല്ലായിടത്തും, അല്ലെങ്കിൽ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? നമ്മൾ ഓരോ ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടില് ആ ഡോക്ടറിന്റെ പേരൊക്കെ എഴുതാറുണ്ട് ഇല്ലേ? എമർജൻസി ഫയർ. ഓക്കെ, ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഡോക്ടേഴ്സിന്റെ പേര് എഴുതാറുണ്ട് ഇല്ലേ? ചിലപ്പോ ടൈം എഴുതാറുണ്ട് അല്ലെ? ഡേഞ്ചർ. ഓക്കെ, പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? പിന്നെ ഓരോരോ നമ്മള് ഇപ്പോ ഇന്ന വാർഡിലോട്ട് ഒരു ആരോ ഒക്കെ വരച്ചിട്ട്, അല്ലെങ്കിൽ ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക്, ഡയറക്ഷണൽ സയൻസ് കൊടുക്കാറുണ്ട് ഇല്ലേ? നോട്ട് അലൗഡ്. ഓക്കെ, സൈലൻസ് പ്ലീസ്. ഓക്കെ, വരുന്നുള്ളൂ, എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ പയ്യെ നീറ്റ് വരുന്നുള്ളൂ അല്ലെ? ആ ഇൻഫോർമേഷൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഹാർംഫുൾ സയൻസ്, ഹാൻഡ് വാഷ് സ്റ്റെപ്സ്. ഓക്കെ, വാണിംഗ് കൊടുക്കാറുണ്ട്, എൻക്വയറി. ഓക്കെ, ഇനി ഓരോ സെക്ഷൻ പറയോ? ഓക്കെ, അപ്പൊ എന്താണ് സൈനേജ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? സംഭവം ഓക്കെ ആണോ? നോക്കാം. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ലാബിലെ സൈനേജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ ലാബിലെ സൈനേജില് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇൻഫർമേഷൻസ് ആണ് ഉൾപ്പെടുന്നതെന്ന് പറയാം കേട്ടോ. നോക്കാം. നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, ഫീ ഓർ ഡിഫറെന്റ് ടെസ്റ്റ് സർവീസസ്. നമ്മുടെ ലാബിൽ പോകുമ്പോഴേ, പുറത്ത് ഹോസ്പിറ്റലിനുള്ളിലെ ലാബല്ല, അല്ലാതെ പുറമെയുള്ള ഒരു ലാബിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ വലിയ ലാബിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. എന്തൊക്കെ ഇപ്പോ ചില ലാബിലെ ഈ ടെസ്റ്റുകൾ മാത്രമല്ല, അതിന് പുറമെ തന്നെ സ്കാനിങ്ങും കൂടിയുള്ള ലാബുകൾ ഉണ്ടാവും ഇല്ലേ? ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല, ബാക്കി വരുന്ന സ്കാനിങ്ങും കാര്യങ്ങളും കൂടി ചെയ്യുന്ന ലാബുകളൊക്കെ ഉണ്ടാവും.
അപ്പോ അവര് എന്തൊക്കെ സർവീസസുകളാണ് ഓഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ്, ദെൻ അവരുടെ കോൺടാക്ട് നമ്പർ, ചിലപ്പോൾ ഫീസ്, ചിലപ്പോൾ ചില ടെസ്റ്റുകളുടെ ഒക്കെ ഫീസ് അവര് എക്സാക്ട് കൊടുത്തിട്ടുണ്ടാകും അല്ലെ, പുറമെ എല്ലായിടത്തും കൊടുക്കണമെന്നില്ല, പക്ഷേ ചില ലാബുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും, മീൻസ് 20% അല്ലെ, അങ്ങനെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു സൈനേജിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ സെക്കൻഡ് വൺ നോക്കാം, എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. സേഫ്റ്റി റെഗുലേഷൻസ് കൊടുക്കും, ആരോഗ്യ സുരക്ഷ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ അല്ലെ, നമ്മൾ പറഞ്ഞു സേഫ്റ്റി സൈനേജസുകൾ കൊടുക്കാറുണ്ട്, സുരക്ഷാ സൂചകങ്ങൾ ഉപയോഗിക്കുന്നു. ദെൻ എമർജൻസി പ്ലാൻസ്, എമർജൻസി പ്ലാൻസിൽ ഉൾപ്പെടുന്നത് ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ് എക്സെട്ര. ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്, ദുരന്ത നിവാരണ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ കോൺസ്റ്റന്റ് പവർ സപ്ലൈ, എന്താ കോൺസ്റ്റന്റ്? സ്ഥിരമായിട്ടുള്ള വൈദ്യുതി വിതരണം അല്ലെ. ഇപ്പോ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി ആവശ്യമാണ്. അപ്പോ ഇപ്പൊ കറണ്ട് പോയിട്ടുണ്ടെങ്കിലും അതിനുള്ള ജനറേറ്ററും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര. ആൻഡ് ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ്, അത്യാവശ്യം വേണ്ടുന്ന നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാകും, വെന്റിലേഷൻസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ചിലപ്പോ അത് AC ഒക്കെ ആയിരിക്കും ഇല്ലേ. ചില ലാബൊക്കെ ഫുൾ മൾട്ടി ലെവലുള്ള ലാബുകളൊക്കെ ആണെങ്കിൽ, ഹൈടെക് ലാബുകൾ അല്ലെ, ഫുൾ AC ഒക്കെ ഉള്ള ലാബുകളൊക്കെ ആയിരിക്കും. Then next one, communication facility with referral centers. മറ്റ് റെഫറൽ സെന്റേഴ്സ് ആയിട്ട് അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ദെൻ അവരുടെ തന്നെ ഏജൻസി, പല പല ഏജന്റുകൾ ഉണ്ടാകും. ഇവിടെ ചെയ്യാത്ത ടെസ്റ്റുകൾ മറ്റു ലാബിലേക്ക് അവർ അയച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ സാമ്പിൾ റെഫറൽ സെന്റേഴ്സ് അല്ലെ. അതാണ് ഇപ്പോ നമുക്കിവിടെ പറ്റാത്ത തരത്തിലുള്ള ടെസ്റ്റുകളാണെങ്കിൽ അതിന്റെ സാമ്പിൾ തന്നെ അവര് മറ്റു വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവരുടെ തന്നെ ഏജൻസി വേറെ ഉണ്ടാകും. അപ്പൊ അവർക്ക് അത് സാമ്പിൾ അയച്ചു കൊടുത്തിട്ട് അതിന്റെ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. Then lab areas that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. നിങ്ങൾ നേരത്തെ പറഞ്ഞു സൈനേജില് വാർണിംഗ് സൈൻസ് കൊടുക്കുന്നു അല്ലെ. അപ്പോ ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ലാബിന്റെ ഏരിയയിൽ വാർണിംഗ് സൈൻസ് കൊടുക്കുന്നത് ഏതിനൊക്കെയാണെന്ന്? കാർസിനോജൻസ്, എന്താ കാർസിനോജൻസ് അറിയാമോ ആർക്കെങ്കിലും? കാർസിനോജൻസ് അത് ലാബിലെ ഒരുതരം കെമിക്കൽസിനെയാണ് ഈ കാർസിനോജൻസ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽസ് നമ്മൾ അത് കൂടുതലും ഈ പറഞ്ഞ പോലെ വിഷാംശം കലർന്ന കെമിക്കൽസും മറ്റുമൊക്കെയാണ്. അപ്പോ അത് ക്യാൻസറും സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റു അസുഖങ്ങളും മറ്റും നമുക്ക് സംഭവിക്കാം. കാർസിനോജൻസ് കേട്ടോ. ദെൻ റേഡിയോ ഐസോട്ടോപ്സ്, എന്താ റേഡിയോ ഐസോട്ടോപ്സ്? നമ്മള് ക്യാൻസർ പേഷ്യൻസിന് കീമോ ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ഈ കീമോ ഒക്കെ ചെയ്യുന്നത് ഈ റേഡിയോ ഐസോട്ടോപ്സ് ഒക്കെ വഴിയിട്ടാണ്. അപ്പൊ അതൊന്നും പക്ഷെ അങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് ലാബില് നമ്മൾക്ക് ആ ഒരു അലൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അല്ലെ. അതിനപ്പുറം ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടോ പേഷ്യൻസിന്? ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പോയിട്ട് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാനായിട്ട് പറ്റൂ? ലാബിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് കയറ്റാറുണ്ടോ നമ്മളെ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസും വാർണിംഗ് സൈൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളകത്ത് അലൗഡ് അല്ലാത്തത് അല്ലെ. അവര് ഓൾ വെൽ എക്യുപ്പേർഡ് സേഫ്റ്റി ആയിട്ട് തന്നെയാണ് അതിനുള്ളിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാളെ അതിനുള്ളിലേക്ക് അങ്ങനെ കയറ്റാറില്ല. ബയോഹസാർഡ്സ് മീൻസ് ഇതുപോലെ ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ. അപ്പൊ അതൊക്കെ ഒരു വാർണിംഗ് സൈൻസ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, to eschew cross contamination of the basic infrastructure facilities should have separated decided areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glasswares, toilet facilities for staff and for patients. സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെന്താണ്, മലിനീകരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സ്വീകരണ ആ ഒരു റൂം, അതുപോലെ തന്നെ റിസപ്ഷൻ, അതുപോലെ തന്നെ കളക്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, വർക്കിംഗ് ഏരിയ, ഡിസ്പോസൽ ഏരിയ, ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ,
Specimen sample slide storage facility, including cold storage wherever applicable. Only authorized personnel should have access to examination area, record keeping areas. അല്ലെ നമ്മൾ പറഞ്ഞത്, അതായത് ബാധകമായ ഇടങ്ങളിലെല്ലാം കോൾഡ് സ്റ്റോറേജുകൾ ഉൾപ്പെടെയുള്ള മാതൃക അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റോറേജ് സൗകര്യം അത് അംഗീകൃതം, അതായത് സ്റ്റോർ ചെയ്യുന്ന ഏരിയയിലും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഏരിയയിലും അവിടെ പരിശോധിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലും ഓതറൈസ്ഡ് പേഴ്സണലിൽ മാത്രം അലൗഡ് ഉള്ളൂ. ബാക്കി വേറെ ആർക്കും അതിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ലൊരു ലബോറട്ടറിക്ക് വേണ്ടുന്നതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാ പോയിന്റ്സും ഒന്ന് വായിച്ചു നോക്കാം. ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വായിച്ചു നോക്കാം. എല്ലാ പോയിന്റ്സും വായിക്കണം കേട്ടോ. വായിച്ചു എല്ലാവരും? ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തോളൂ. എല്ലാവരും നോട്ട്ബുക്കും പെന്നും എടുക്കും. നോട്ട്ബുക്ക് എടുക്കുക, ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോളൂ. ലബോറട്ടറി സർവീസ്. ലബോറട്ടറി സർവീസ്. എഴുതിയോ? ഹെഡിങ് കൊടുത്തോ? ചാപ്റ്ററിന്റെ പേര് എഴുതിയോ? ലബോറട്ടറി സർവീസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഒരു ഹെഡിങ് പോലെ എഴുതാം. മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. ഹെഡിങ് പോലെ എഴുതിക്കോളൂ. മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. എന്നിട്ട് എഴുതാം laboratory where tests are laboratory where tests are conducted out on laboratory where tests are conducted out on clinical specimens. Laboratory tests are conducted out on clinical specimens
obtain information, to obtain information, to obtain information, about the health of a patient, about the health of a patient. Okay. Complete ആയോ? Then second, അടുത്തതായിട്ട് ഒരു ഹെഡിങ് പോലെ കൊടുത്തോളൂ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റഡീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റഡീസ്, പലതരത്തിലുള്ള സ്റ്റഡികൾ കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് നേരത്തെ എഴുതിയത് കംപ്ലീറ്റ് ആയില്ലേ? ഒരു വട്ടം കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ലബോറട്ടറി വർക്ക് tests are conducted out on clinical specimens to obtain information about the health of patient. Okay. Then അടുത്തതായിട്ട് എഴുതിക്കോളൂ ഡിഫറൻസ് ടൈപ്പ് ഓഫ് സ്റ്റഡീസ്. കുറെ സ്റ്റഡീസിനെ കുറിച്ച് പറയുന്നില്ലേ, എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ എഴുതിക്കോളൂ, പാത്തോളജി. പാത്തോളജി. പാത്തോളജി എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാ, എന്നിട്ട് എഴുതിക്കോളൂ is the study of diseases, is the study of diseases. Study of diseases. Okay. Second one എഴുതാ, hematology. Hematology. സ്പെല്ലിംഗ് നോക്കി എഴുതണേ, hematology. Hematology. Hematology എഴുതിക്കോളൂ. is the study of blood and blood disorders. Blood and blood disorders. Hematology is the study of blood and blood disorders. Okay. Next one എഴുതിക്കോളൂ, histopathology. 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 എഴുതിക്കോളൂ, histopathology is the diagnosis and study of diseases of tissues. Histopathology is the diagnosis and study of diseases of tissues. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ആയോ? എഴുതിയോ ഹിസ്റ്റോപാത്തോളജി? ഓക്കെ. നെക്സ്റ്റ് വൺ സൈറ്റോളജി. Cytology. Study of cells. സെല്ലുകളുടെ പഠനം.
Study of cells. Next one, parasitology. 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 Erikolu. The study of the study of the study of the biology of parasites, the biology of parasites, the study of the biology of parasites and parasitic diseases and parasitic diseases. And parasitic diseases. Parasitic spelling ആണ് നമ്മുടെ സ്ക്രീനിൽ തന്നെ നോക്കി parasitic. Parasitology ഇല്ലേ parasiticന്റെ ആണോ വേണ്ടത്? ആ parasitic ഇട്ടിട്ടുണ്ട് കേട്ടോ കമന്റ്. ഓക്കെ. Next one is the immunology. 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 Erikolu, study of immune system. Study of immune system. Study of immune system. Next one, serology. Serology. Study of blood serum. Study of blood serum. Serology, study of blood serum. Then mycology. Mycology. The study of fungus അല്ലെങ്കിൽ fungi എന്ന് എഴുതാം FUNGI. Fungi or fungus. Study of fungi or fungus. A group that include the mushroom and yeast. Mushroom and yeast. Yeast അല്ലാട്ടോ yeast. ഫംഗസ് വരില്ലേ? ഒന്നുകൂടി പറയണോ? കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, കംപ്ലീറ്റ് ആയി.
ഒന്നുകൂടി പറയാം. മൈക്കോളജി ശ്രദ്ധിക്കുക കേട്ടോ, ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ദ സ്റ്റഡി ഓഫ് ഫംഗി ഓർ ഫംഗസ്. Study of fungi or fungus, a group that include the mushroom and yeast. Group that include the mushroom and yeast. Okay. Then, ഒരെണ്ണം കൂടി ഒന്ന് എഴുതിക്കോളൂ. ഹോർമോണൽ അസൈസ്. നെക്സ്റ്റ് എഴുതാ ഹോർമോണൽ അസൈസ്. എന്താ ഹോർമോണൽ അസൈസ് എന്ന് എഴുതാം. It is performed to conform hormonal abnormalities. It is performed to conform hormonal abnormalities and also during treatment. Okay. Complete ആക്കിയോ? ഓക്കെ, പിന്നെ എടുത്തതിന്റെ അത്യാവശ്യം നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും ഭാഗം ഒന്നും എടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മള് ലബോറട്ടറി സർവീസ് എന്ന് പറഞ്ഞ പുതിയ ചാപ്റ്റർ ആണ്. ലാബിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ചെയ്യുന്നു, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തുടക്കത്തില് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇന്ന് വളരെ സ്ട്രെങ്ത് കുറവാണല്ലോ. എന്ത് പറ്റി? മഴയുണ്ടോ നിങ്ങളുടെ ഏരിയയിലൊക്കെ? എന്ത് പറ്റി? കുറെ പേരുന്ന് ലീവാണല്ലോ. മഴയുണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണ്? ഒത്തിരി പേര് അല്ലെ? അല്ലെങ്കിൽ നമുക്കൊരു 58 ബോക്ക് വരുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. 35 സ്റ്റുഡൻസ് ഉള്ളൂ, പക്ഷെ കറന്റ് ഇല്ല. ഓക്കെ, മഴയുണ്ട്. ഓക്കെ, എന്ത് പറ്റി? വരാത്തവരുടെയൊക്കെ നമ്മൾ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി ഇത്രയും നമ്മള് ഞാൻ പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ മഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഡെയിലി ഇങ്ങനെയാ? ഓക്കെ, ഡെയിലി ഇങ്ങനെയാണോ? ഇപ്പൊ സ്റ്റുഡൻസ് കുറവാണോ നിങ്ങളുടെ ബാച്ചില്? ആണോ? പറയൂ, നിങ്ങൾ പറഞ്ഞോളൂ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞോളൂ. ഡെയിലി ഇത്ര പേരൊക്കെ ഉണ്ടാകാറുള്ളൂ ഡെയിലി. ആണോ? അപ്പൊ നമ്മൾ പക്ഷെ 58, 57 ഒക്കെ വരാറുണ്ടല്ലോ. അത് ഞാൻ ചോദിച്ചത് വളരെ കുറവായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് അത് കാര്യം? കഴിയാറായപ്പോ ഞങ്ങൾക്ക് മതിയായി പഠിച്ചെന്നുള്ള ഒരു കാരണം കൊണ്ടാണോ? അല്ല വേണം, പലവർക്കും നെറ്റ് ഇഷ്യൂ, പിന്നെ പലവർക്കും ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരക്കാണ്. ഓക്കെ, നമ്മൾ ഡെയിലി ഇങ്ങനെ നിങ്ങള് ഇപ്പൊ ഒരു 58 പോകും അങ്ങനെ നമുക്ക് ഡെയിലി കയറുന്ന സ്റ്റുഡൻസിന് നമുക്ക് അറിയാം. അപ്പൊ ഒത്തിരി പേര് അങ്ങനെ കുറവ് മൂല്യം ചോദിച്ചാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവരിപ്പോ ഒത്തിരി എനിക്ക് തോന്നുന്നു ആദ്യമേ തുടങ്ങി റെക്കോർഡ് ക്ലാസ് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അല്ലാതെ തന്നെ നമ്മള് ഡെയിലി ക്ലാസ്സില് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ. എങ്കിലും 34 ഒന്നും ഇല്ല. അതിലിപ്പോ നമ്മൾ ഓൾറെഡി എല്ലാ ദിവസത്തെ ഡെയിലി ക്ലാസ്സിൽ കയറുന്ന സ്റ്റുഡൻസ് ആണ്. ഇനിയിപ്പോ ഇന്ന് മഴയുടെ റേഞ്ചിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. മേഡം, ചിലവർക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിയുമ്പോ ഉറക്കം വരും. അതുകൊണ്ട് ചിലർ വിചാരിക്കും നാളെ റെക്കോർഡ് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചായിരിക്കും. അതൊരു പ്രശ്നമേ അല്ല അല്ലെ? നമുക്കറിയാം നിങ്ങൾക്ക് ടൈം തന്നിരിക്കുന്നതാണ്. നിങ്ങളെ പോലെ തന്നെ ഒത്തിരി ബാച്ചസ് ഇതുപോലെ തന്നെ ഈ ടൈമിൽ അവർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ബാച്ചസ് മാത്രമല്ല, ഒത്തിരി ബാച്ചോളം കുട്ടികള് ഈ ടൈമിൽ തന്നെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളുടെ എന്താ പറയാ, ഉറക്കം വരുന്നത്, ഉറക്കമൊക്കെ പിടിച്ചു നിർത്തണം. നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ടോ, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റണം അല്ലെ? കുറച്ചൊക്കെ ഉറക്കമൊക്കെ വെച്ചിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് നാളത്തേക്കല്ലേ പിന്നീട് നല്ലൊരു ജോലിയിലൊക്കെ കയറി കുറച്ച് സാലറി ഒക്കെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോ നമ്മ ഒന്ന് ഉറക്കം വെച്ചതൊക്കെ ഒന്നല്ലാന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടണ്ടേ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പഠിച്ച്? അതല്ലേ ലക്ഷ്യം? ഉറങ്ങണ്ട, ആരും ഉറങ്ങണ്ട. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി വേണം എന്നല്ലേ ലക്ഷ്യം. ഇത് പഠിച്ച് നമുക്ക്
ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു ജോലി കിട്ടണം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് തടസ്സങ്ങളൊക്കെ നമ്മള് സഹിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളുടെ സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയാണ് അല്ലെ. ചിലപ്പോ അമ്മമാരുള്ള അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തില്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ നമ്മളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കുന്നതാണല്ലോ. നമ്മൾ പഠിക്കണതിനോടും നമ്മൾ കുറച്ച് എന്താ പറയാ ഒരു ഇത് കാണിക്കണ്ടേ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ദിവസം നമുക്ക് നോക്കാം എത്ര സ്റ്റുഡൻസ് ആണ് കയറുന്നത് കേട്ടോ. അപ്പൊ ഇതുവരെ ഉള്ളതൊന്ന് വായിച്ചു വെക്കാം. നെക്സ്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.